ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇരുട്ട് കണ്ട് എഴുന്നേൽക്കുന്നത് കാണാനാണ് ഇഷ്ടമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുട്ട് കാണിക്കുന്നത്. പക്ഷേ അകത്തേക്ക് കയറുമ്പോൾ ഓൾട്ടർ ഇതുവരെ ആയിട്ടില്ല, അതുകൊണ്ടുള്ള ഒരു വിഷമമുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഫ്രൈഡേ ഈ 3 ദിവസങ്ങളിലും ഒരുപാട് ജോലികൾ ഉണ്ടായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഒന്നും ഞാൻ ചെയ്ത ജോലികളുടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കണില്ല. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് അങ്ങനത്തൊക്കെ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈഡേയിലത്തെ വീഡിയോ ആണ്. ഫ്രൈഡേ നമ്മൾ വീഡിയോ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അതിൻ്റെ തലേദിവസത്തേക്കൊക്കെ വീഡിയോ. അപ്പോൾ ഫ്രൈഡേ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഇത്തിരി ഉഴുന്ന് 2 കപ്പ് ഉഴുന്ന് കുതിർക്കാനിട്ട് പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്കിന് വേണ്ടിയിട്ടാണ്. അത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഇതിന് നമ്മൾ മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അത് പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, ചതച്ച കുരുമുളക്, ഈസ്റ്റ്, പിന്നെ വേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട്. 2-3 മണിക്കൂർ കുതിർത്ത ഉഴുന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചത് വെള്ളം ചേർക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നേച്ച് അതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് അരക്കാം, ഒന്നുകൂടി അരഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ച് രണ്ടാമത് ഇട്ടത് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് അരച്ച്. അപ്പോൾ ആദ്യത്തത് നല്ല കട്ടിക്കിരിക്കുന്നുണ്ട്. വെള്ളം ചേർത്തരക്കുമ്പോൾ കുറച്ച് കളറ് ഒന്നുകൂടി ഒരു വ്യത്യാസം ഒന്നും വേണ്ട, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു സ്മൂത്തായിട്ട് അതിനെ അരച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെള്ളം ചേർത്തരച്ചാലും കുഴപ്പമില്ല. നമ്മളിതിനകത്ത് ഇത്തിരി റവ ഇട്ടിട്ട് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഈസ്റ്റാണ് ഇട്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്ന മാവ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മാവ് കൊണ്ടിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴാണ് ഉഴുന്നുവട നല്ല വീർത്തും ക്രിസ്പായിട്ടും വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടില്ലേ, ഏകദേശം 1 കപ്പോളം വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക. അതായത് ഇത് മാക്സിമം വെള്ളം ചേർക്കാതെ എടുക്കുക. എന്നിട്ട് പോരാത്തത് റവ ചേർത്തിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്ററാക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഏത്തപ്പഴം തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഏത്തപ്പഴം കൊടുക്കുന്നത്. അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ, അത് ഏതായാലും ഒരാൾക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മുറിച്ചിട്ട് ഞാൻ 4 പഴംപൊരി ഉണ്ടാക്കിയിട്ട് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു 11:30 മണിയോട് കൂടി അല്ലെങ്കിൽ 12 മണിക്ക് മുൻപായിട്ട് തന്നെ ഒരു കുപ്പിയിൽ ടാങ്ക് കൂടിയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കലക്കിയെടുക്കണേന്. അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം സാറ്റർഡേ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞ പോലെ തന്നെ അവർ സാറ്റർഡേ എല്ലാ വർക്കും തീർത്ത്. പക്ഷേ ഇവരുടെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത പണി കൊടുത്ത് പോകും അവർക്ക്. നമ്മൾക്ക് അറിയില്ല ഇതെപ്പോൾ ഇവർ തീർക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല ഇത്രയും ഫാസ്റ്റായിട്ട് ഇവർ തീർക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. 2 പേരാണ് നിൽക്കുന്നത്, പക്ഷേ ഒരു 5 പേരുടെ പണി അവർ ചെയ്യുന്നുണ്ട്. ഇനി എപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്താലും ഈ ഒരു കോൺട്രാക്ടറിനെ വിളിക്കോളൂ കേട്ടോ. അത്ര സൂപ്പർ പണിയും ഫിനിഷിങ്ങും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് പൈസ കുറവും. അതാണ് എന്നെ അതിശയപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, നമ്മൾ കോൺട്രാക്റ്റാണ് കൊടുത്തേക്കുന്നത് എങ്കിലും നമ്മൾ പിന്നെ അടുത്ത പണി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ചുറ്റുമതലൊന്നും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നില്ല. കാരണം ഈ വരുന്ന ആളുകൾ എങ്ങനെയാണ് പണിയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് പറ്റാത്ത വീടിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങിൻ്റെ ചുറ്റുമുള്ള വർക്ക് മാത്രം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മാത്രം അതങ്ങോട്ട് ചെയ്യട്ടെ, എന്നിട്ട് പോയിക്കോട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവരുടെ വർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമതലിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചുറ്റുമതലും ഒക്കെ അവർ ഭംഗിയായിട്ട് ചെയ്ത് സാറ്റർഡേ വൈകുന്നേരം എല്ലാം തീർത്ത്. നമ്മുടെ ബിൽഡിംഗ് മേൽ ചുറ്റും അവർ 2 പ്രൈമർ കോട്ടുകളും 2 വെതർ കോട്ടുകളുമാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ടോട്ടലി 4 കോട്ടാണ് നമ്മളുടെ വീടിൻ്റെ ചുറ്റും ചെയ്തേക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മളുടെ ചുറ്റുമതലുകളിൽ എല്ലാം ആദ്യം പ്രൈമർ അടിച്ചേക്കുന്നത്. അതിന് ശേഷം പിന്നെ 2 കോട്ട്
വെതർ കോട്ട് 2 എണ്ണം, അത് അങ്ങനെ 3 കോട്ട് നമ്മളുടെ മതിലിനും അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ മതിലിൻ്റെയൊക്കെ ഈ മുകൾ ഭാഗത്തുണ്ടല്ലോ ഈ കാക്കയൊക്കെ വന്നിരിക്കൂലേ, ആ കാക്കയൊക്കെ വന്നിരിക്കുന്ന ആ ഭാഗത്തെല്ലാം വേറൊരു മെഴുക് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, അതുകൂടിയിട്ട് അടിച്ച്. ഇതൊക്കെ എങ്ങനെ അടിച്ച് തീർത്തെന്ന് ഞങ്ങൾക്ക് യാതൊരു പിടുത്തവും ഇല്ല. ഞങ്ങൾ അതിശയിച്ചു പോയി. ഇത്രയും പണി ഇവർ ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു പണിക്കാരും ഇന്ന് വരെ ചെയ്ത് കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇവരുടെ വർക്ക്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ മെഴുക് പോലത്തെ സാധനം ഇങ്ങനെ ഏറ്റവും അവസാനം അടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളുടെ ഈ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ ആ പില്ലറും അവിടുത്തെ ഫ്രണ്ടിലെ മതിലൊക്കെ ഇല്ലേ, അത് നല്ല വീതി കൂടിയിട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതേലൊക്കെ കാക്ക വന്നിരുന്നിട്ട് കാഷ്ടിച്ചിടുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് കഴുകിക്കളയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചത്. പക്ഷെ അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മതിലിൻ്റെയും മുകളിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ശനിയാഴ്ച ഇത്രയും പണികൾ അവർ തീർത്ത് അവർ ബൈ ബൈ പറഞ്ഞ് പോകണേണ്. പക്ഷേ ഇവരുടെ പണിയുടെ ഫാസ്റ്റായിട്ടുള്ള ഈ ഒരു രീതി കണ്ടിട്ട് നമ്മുടെ മുറ്റവും ഗേറ്റും കൂടി അടിക്കാനായിട്ട് അവർക്ക് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ പണി ശനിയാഴ്ച തീർത്ത് പോകും എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ അവർ വേറെ പണി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് തിരക്കാണ്, അപ്പോൾ അവരങ്ങോട്ട് പോയി. പിന്നെ ഇനി ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്ത് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടി ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചുറ്റുമതിൽ ചെയ്യാൻ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോൺട്രാക്റ്റിൽ പെടാതെ തന്നെ നമ്മളത് വീണ്ടും കൊടുത്തല്ല. അപ്പോൾ കോൺട്രാക്റ്റ് പറഞ്ഞിരുന്ന പൈസ എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ ചുറ്റുമതിലും കൂടി ചെയ്തെങ്കിലും നമുക്ക് നമ്മൾ വിചാരിച്ചതിനേലും ഒരുപാട് പൈസ കുറച്ചിട്ടാണ് ചെയ്തു തന്നേക്കുന്നത്. അതും ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം നമുക്ക് വേറെ പല കോൺട്രാക്ടർമാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞേക്കുന്ന പൈസ ഭയങ്കര കൂടുതലായിരുന്നു. ഏറ്റവും ആദ്യം നമുക്ക് പൊട്ടപ്പണിക്ക് വന്ന പരിപാടി ചെയ്ത പണിക്കാരില്ല, അവരുടെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭീമമായൊരു പൈസയാണ് നമ്മളോട് പറഞ്ഞു വെച്ചത്. പേടിച്ച് പോയി ശരിക്കും കേട്ടിട്ട്. അതുകൊണ്ട് തന്നെയാണ് പാപ്പ കോൺട്രാക്റ്റ് കൊടുക്കാതെ തച്ചിന് നിർത്തിയത്. അപ്പോൾ അതിനേലും ഗതികെട്ട അവസ്ഥയിൽ ഒരു പിള്ളേരെ കൊണ്ട് പെയിൻ്റ് അടിപ്പിക്കണ പോലെ ആ ഒരവസ്ഥയിലാണ് അവരെല്ലായിടത്തും പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയ പണിക്കാരായിരുന്നു അവർ. പക്ഷേ ഇവരെയാണ് ഏറ്റവും പൈസ കുറവായിട്ടും അതുപോലെ തന്നെ ഫിനിഷിങ്ങോടുകൂടിയും ഫാസ്റ്റായിട്ടും നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ, എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പണിക്കാരാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇവരുടെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ, ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പണിക്കാരെ കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും പണിക്കാരെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനിനി നമ്പർ വേണമെന്നുണ്ടെങ്കിലും തരാം. കാരണം എനിക്ക് 100 അല്ല 101% സാറ്റിസ്ഫൈഡ്, എനിക്കൊന്നല്ല നമുക്കെല്ലാവർക്കും കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതൽ പണികൾ അവർക്ക് കൊടുത്തത്. അങ്ങനെ ഏതായാലും മുറ്റവും ഗേറ്റും കൂടി ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇനി ചൊവ്വാഴ്ച വന്നിട്ട് ചെയ്യും. അപ്പോൾ ഞാനിത് വൈകുന്നേരത്തേക്കുള്ള ഒരു വടയും ചമ്മന്തിയാണ് കേട്ടോ കൊടുക്കണം. അപ്പോൾ രാവിലത്തെ ഒന്നും തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചായിട്ട്. അപ്പോൾ പറയുന്നുണ്ടല്ലോ മീനൊന്നും മേടിക്കണ്ട, ഈ തിരക്കിൻ്റെ ഇടയിൽ അത് ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഉള്ള പച്ചക്കറികൾ നമ്മൾ പപ്പ കൊണ്ടുവന്ന് തന്നെയാണ്. വെണ്ടക്ക മെഴുക്ക് പുരട്ടി, തക്കാളി ഇട്ടിട്ട് വെണ്ടക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് ആകെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് തലേദിവസത്തെ കറി ഉണ്ടായിരുന്നല്ലോ, പച്ചടി. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും ഒരു ചാറ് പോലെ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാനായിട്ട് തൈരൊക്കെ ഉള്ളതല്ലേ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളത് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിച്ചാന് ഇത്തിരി തലേദിവസത്തെ പനീറിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞ ചെറിച്ചേട്ടാ ഒത്തിരി ജോലിയാണ്, എനിക്ക് കൂടുതൽ ഡിന്നറിൻ്റെ പരിപാടികൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം ഇനിയത്തെ പെയിൻറ്റിങ് വരുന്നത് നമ്മുടെ ബാക്കിലെ പുറത്തുള്ള ആ ഒരു വർക്ക് ഏരിയ ആണ്. അതിൻ്റെ അകത്തൊരു ഒത്തിരി സാധനങ്ങളുണ്ട്, അത് മൊത്തം മാറ്റി കൊടുക്കണം. പിറ്റേന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ അവരവിടെയാണ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റലൊക്കെ നല്ല പാടാണ്. പിന്നെ എഴുതുന്നുണ്ടെങ്കിൽ ഈ വട ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ റിച്ചാർഡ് വട കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കുള്ളതെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വടയാണ് കേട്ടോ ഇത്. അവർ എല്ലാവരും കഴിച്ച്, അപ്പോൾ ബാക്കി ഞാൻ റിച്ചാർഡും കൂടി വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടും പപ്പയ്ക്കും എനിക്കൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. കാരണം നല്ല ടേസ്റ്റുള്ള വടയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇത്തിരി ചമ്മന്തി പകുതി അങ്ങോട്ടും കൊടുത്ത് പകുതി നമ്മൾക്കും വേണ്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രേ ഉണ്ടാകുന്നുള്ളൂ അന്നത്തെ ദിവസം. പിറ്റേ ദിവസം സാറ്റർഡേ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളുടെ ജോലികളൊക്കെ നമ്മൾ അങ്ങോട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ പപ്പയും ഞാനും കട്ടക്ക് നിന്നിട്ടാണ് ജോലി ചെയ്യണത്. രണ്ടാളും ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ
നമ്മൾ ഈ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റണമല്ല. ഇതൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ വെയിറ്റോട് കൂടി പപ്പ ഇങ്ങനെ നീക്കാൻ നോക്കിയെങ്കിലും നമ്മുടെ അത് നീങ്ങനുണ്ടായിരുന്നില്ല റാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ പാത്രങ്ങളും ഇങ്ങോട്ട് തന്നേക്ക്, അതകത്തേക്ക് വെച്ചിട്ട് മാത്രം നീക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം വെച്ച് അപ്പോൾ ഇത് തലേദിവസം രാത്രി തന്നെ ചെയ്ത കാര്യമാണ് കേട്ടോ. അത് ചെയ്തത് നമ്മൾ കാണിച്ചിട്ടില്ല, തലേദിവസം രാത്രി ചെയ്തു വെച്ചതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇവിടേക്ക് ഒന്നും കൂടി കിടക്കണം, അങ്ങോട്ട് ഇറങ്ങാനോ കയറാനോ ഒന്നും പറ്റാതെ. അത് പണിയുടെ ഉടുപ്പുകളാണ് കിടക്കുന്നത്. നമ്മളുടെ ഉടുപ്പുകളൊക്കെ ഞാൻ മോളിൽ കൊണ്ടുപോയി വിരിച്ച്, കാരണം ഇനിയിപ്പോൾ ഇവിടെ വിരിക്കാനൊന്നും പറ്റില്ല. ഇത് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മാറ്റി ഇനി ഇതൊക്കെ ഒതുക്കി ചായച്ചൊക്കെ വെക്കണത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് നോക്കി നിൽക്കണേന്ന് കേട്ടോ. അതിന് പെയിൻറ്റിങ് കഴിഞ്ഞൊക്കെ വരണ്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ മൊത്തത്തിലൊന്ന് കുറച്ച് നേരം നോക്കി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോഴുള്ള അവസ്ഥ അപ്പോൾ കാണിച്ചു തരാമല്ലാന്ന് വിചാരിച്ച് ഞാനങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ പണിക്കാർ വന്ന് അവർ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവർക്കുള്ള ചായ, കുടിക്കാനുള്ള വെള്ളം, സ്ക്വാഷ് ഇതെല്ലാം അടുത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പണിക്കാർ പുറത്ത് പണിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കും പപ്പക്കും ഉള്ള ചോറും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ദമ്മല്ലാത്തത്. അപ്പോൾ കറി കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത്തിരി റൈസ് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ 2 ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കണേനുണ്ട്. അപ്പോൾ ഇനി ചിക്കനേ ഇല്ല, ഉണ്ടായ ചിക്കൻ കംപ്ലീറ്റ് എടുത്തിട്ട് എല്ലാം കൂടി ചെയ്ത് വെക്കണേണ്. ഇപ്പോൾ റൂബിക്കും ആ 2 ലെഗ് പീസും മാത്രമാണ് ബാക്കി ഇനി ഉണ്ടാകുന്ന, അതും റൂബിക്കും വേവിച്ച് അതോടുകൂടി ചിക്കൻ തീർന്നു. പിന്നെ മല്ലിയില കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കി മല്ലിയില ഒന്ന് ഞാനത് വെള്ളം കളഞ്ഞിട്ട് ആ ടിഷ്യൂ ഇട്ടേക്കണ ബോക്സിൻ്റെ അകത്തിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ വൈകുന്നേരം അവർക്ക് കേക്ക് ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേക്കും ചായയും കൊടുത്ത് തീർത്ത് പരിപാടി. പിന്നെ റിച്ചാർഡ് വന്നതിന് ശേഷം രാത്രി ഡിന്നറാണ് കാണുന്നത്. ഇങ്ങനെ വന്നേ താഴെ ബിരിയാണി കഴിച്ചു നോക്ക്. സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയിരിക്കണം. ഉച്ചടെ കഴിക്ക്. നമ്മുടെ അച്ചാർ നല്ല കിടിലനായിട്ടിരിക്കുന്നുണ്ട്. എന്താ സാധാരണ അച്ചാർ വരുമ്പോൾ കുറേ എണ്ണയല്ലേ നമ്മൾ വീട്ടിൽ അച്ചാറിടുമ്പോൾ കിട്ടുന്നത്. ഇതങ്ങനെയല്ല, ഇത് ഗ്രേവിയേ കിട്ടുള്ളൂ. എന്നാൽ കേടാകില്ല. എണ്ണ ഇല്ലെന്ന് വിചാരിച്ച് കേടാകില്ല. അകത്ത് ഗ്രേവി നന്നായിട്ടുണ്ട് കേട്ടോ, ബിരിയാണി ഗ്രേവി. അയ്യോ പപ്പട കൂടെ ഒരുത്തി മോളിപ്പോവാൻ നിൽക്കണേണ്. പപ്പ മോളിപ്പോയാൽ കൂടെ അവള് പോകും. അവള് ഇത്രയും കയറുള്ളൂ. അതെ വേണ്ട വേണ്ട, അവളെ കേട്ടിട്ടുണ്ട്. അവളവിടെയൊക്കെ കയറി പൊന്നിപ്പോ ഇങ്ങോട്ട് പോരും മുത്തേ, ഇങ്ങോട്ട് മമ്മിയുടെ പൊന്നിങ്ങോട്ട് പോരപ്പാ, അവിടെ തന്നെ നിൽക്ക. ഇങ്ങോട്ട് പോരും പൊന്നാ. എന്തേ നിക്കണത് മുത്ത്? മോളിലെ പെയിന്റ് അടിച്ചേക്കണ അറിയില്ലേ, അത് കൊച്ചിറങ്ങി കളയൂലേ. അവിടെ ഇരിപ്പുറപ്പിച്ച് ഇത് ഇനി വന്ന് എടുക്കണം. ഇത്രേ കയറുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ടോണം. കൊച്ചെ നീ ആ ഗ്രേവിയൊക്കെ ഇട്ടിട്ടൊന്ന് പറ എങ്ങനെയുണ്ടെന്ന്. ഫാൻ ഇടടോ ഇത്തിരി നേരത്തേക്ക്. അതെ പപ്പ ഒന്ന് എടുത്തിട്ട് പോയി. പാപ്പ അവിടെ മുകളിൽ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ടാണ് റൂബിനെ എടുത്തുകൊണ്ട് പോയത് കേട്ടോ. അപ്പോൾ അതേ റിച്ചാർഡ് കുളിക്കാൻ കയറി. അപ്പോൾ റൂബി കിടക്കണം നോക്കി. റിച്ചാർഡെന്നല്ല, ആരും ഇവിടെ കുളിക്കാൻ കയറിയാലും ഞാൻ റിച്ചാർഡുമാണ് ഇവിടെ കയറണത്. പിന്നെ റയനുണ്ടെങ്കിൽ റയനും കയറും. പപ്പ ഇവിടെ കയറാറില്ല. ഇങ്ങനെ ഒരു കിടപ്പാണ് ഇവിടെ ആൾ. ഇതിൻ്റെ അകത്തുകൂടി നോക്കി കിടപ്പാണ്. അപ്പോൾ ഞാനിത് നോക്കണുണ്ടെങ്കിലേക്ക് ആൾ നാണമായി പോയിട്ടാ അങ്ങനെ നോക്കി നിൽക്കണേ. അപ്പോൾ ഇനിയുള്ളത് സൺഡേലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിനത്തെ കുർബാനക്ക് പപ്പ പള്ളി പോയിട്ടുണ്ട്. പോയി വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി ചെടികൾ പപ്പയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പപ്പ വെളുപ്പിനെ കുർബാനക്ക് തന്നെ പോയേക്കണേണ്. അപ്പം ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും അവിടെ എന്തോ മാരത്തോൺ എന്തോ ഒരു ഇതുണ്ട്. കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും യെല്ലോ ബനിയാൻ ഇട്ടിട്ടൊക്കെ ഓടുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനതൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പപ്പ പോയപ്പോഴേക്കും ഞാൻ കുറച്ച് ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ തീർന്നിരിക്കണേണ്. അപ്പോൾ പഴം മേടിക്കണം, പിന്നെ
സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ തീർന്നിരിക്കുന്ന കാര്യം ഞാൻ മറന്നു. ഇപ്പോൾ സവാള പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയുടെ അടുത്ത്. കാരണം ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേൽക്കുന്നതിന് മുമ്പാണ് പപ്പ പള്ളിയിൽ പോയത്. അപ്പോൾ ഞാൻ ഉറങ്ങണ സമയത്താണ് പപ്പ വന്നിട്ട് ഞാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഉറക്കച്ചടവിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും മേടിക്കണമെന്ന് ചോദിക്കുകയെ. അപ്പോൾ ഉറക്കച്ചടവിൽ ലിസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും പച്ചമുളക്, ഇഞ്ചിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും അത് പിന്നെ പപ്പ ഫോണും കൊണ്ടാകാതെ പള്ളിയിൽ പോകണം. അതുകൊണ്ട് പിന്നെ വിളിച്ച് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ പച്ചമുളക്, ഇഞ്ചിയല്ല, ഇഞ്ചി എൻ്റെ കയ്യിലുണ്ട്. പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടായിരുന്നത്. പക്ഷേ വെളുത്തുള്ളിയാണ് ഇല്ലാഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ടൊക്കെ അരച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ളതെല്ലാം വെക്കാനായിട്ട്. എനിക്കങ്ങനെ മിക്കതിനും അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ ഇഷ്ടം. എന്താണെന്നുണ്ടെങ്കിൽ വെക്കാനും വിളമ്പാനും ഇനി പച്ചക്കറി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പം ഇത്തിരി മീന ഒന്നും കിട്ടിയതുമില്ല. ഷാജി വന്നില്ല. ഇപ്പം ഷാജിക്ക് അറിയാം നമ്മൾ മീൻ മേടിക്കൂലെന്നേ. അതുകൊണ്ട് ഷാജി വരണമില്ല. അപ്പോൾ ഒന്നുമില്ലല്ലോ, ഞാനെന്നാൽ ബീഫ് മേടിക്കട്ടെ എന്ന് പപ്പയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞത് വേണ്ട, മേടിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു റയൻ ഇന്ന് വന്ന ദിവസമാണ്, അപ്പോൾ അവനും എന്തെങ്കിലും എടുത്ത് വെക്കണ്ടേ, എന്നാൽ പിന്നെ മേടിച്ചോന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഏതായാലും ബീഫിന് ഓർഡർ കൊടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ട് റൂബിനെ കാറി കയറ്റിയിട്ട് അകത്തേക്ക് തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ അവൾ ഈ മുറ്റത്ത് കിടന്ന് ഓടി ഓടി അവസാനം കാറിൻ്റെ അടിയിൽ പോകരുതെന്നുള്ളൊരു പേടിയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് റൂബിനെ കയറ്റി കഴിഞ്ഞാൽ സേഫാണ്. അങ്ങനെ അവളെയും കയറ്റി പപ്പ അകത്തേക്ക് കയറി. പിന്നെ ഇനി ഞാൻ ബീഫ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാത്ത് കിടക്കണ കുറേയധികം ജോലികളുണ്ട്. അതായത് ഈ ഒതുക്കി പെറുക്കി വെക്കുക എന്ന് പറയുന്നത് അത് എനിക്ക് മാത്രമേ പറ്റുന്ന പണിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ജോലികളുണ്ട്, അതെല്ലാം ചെയ്യണം. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് പപ്പ ചെയ്യുന്നത്. എൻ്റേത് വേറൊരു രീതിയിലുള്ള വർക്കാണ്, പക്ഷേ അതും നമുക്ക് ഒരുപാട് നേരം വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പപ്പയുടേതായ ജോലിക്കും പോകും, ഞാൻ എൻ്റേതായ ജോലിക്കും പോകും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാചകങ്ങളും ചെയ്യണം. ഇതെല്ലാമാണ് എൻ്റെ ഇന്നത്തെ പരിപാടികൾ. അങ്ങനെ ഞാൻ ഏതായാലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്നെടുത്തൊക്കെ വെച്ചതിന് ശേഷം ഇനി ബീഫ് എടുത്തിട്ട് ഞാൻ ചെയ്യാനുള്ളത് മൊത്തത്തിലെടുക്കണേണ്. കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ ചിക്കനെല്ലാം തീർന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഏതായാലും റൂബിക്ക് ബീഫൊക്കെ കൊടുക്കാം. 2 ദിവസത്തേക്ക് ബീഫാക്കാമെന്ന് വിചാരിച്ചു റൂബിക്ക്. അപ്പോൾ ഇന്ന് 2 ദിവസത്തേക്കുള്ള ബീഫ് ഇതിനകത്ത് നിന്ന് തന്നെ എടുത്തിട്ട്, ഇപ്പോൾ 2 കിലോ ബീഫാണ് നമ്മൾ മേടിച്ചേക്കണം. അപ്പോൾ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. അങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോന്നെയാണ് കേട്ടോ. അപ്പോൾ 2 കിലോ ബീഫിൽ നിന്ന് കുറച്ച് ബീഫ് റൂബിക്ക് 2 ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടും കട്ട് ചെയ്തിട്ട് അതും ഒന്ന് വേവിച്ചിട്ട്, പിന്നെ ബാക്കിയുള്ളത് കുറച്ചെടുത്തിട്ട് ഇന്ന് പപ്പയ്ക്ക് ഇത്തിരി സ്പെഷ്യലായിട്ടൊരു ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പുട്ടും കാൾസും എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, നമ്മൾ ഒരു സൂപ്പ് പോലത്തെ സാധനം എല്ലാം ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ ചാറക്ക, അത് നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലെ ആളുകൾ കഴിക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ തോപ്പുംപടിയിലേക്കൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല. ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് ഈ സംഭവങ്ങളുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഇന്നും ചെയ്യാമെന്ന് വെച്ച്. പുട്ടും കാൾസും അല്ല, ഉപ്പിൽ വെന്ത ഇറച്ചി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. വെറുതെ വെന്തത്, മസാല ഇടാതെ, സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് വേവിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇടാതെ നിവർത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തൂക്കിയൊക്കെ നോക്കി. അപ്പോൾ നമ്മളുടെ പാത്രത്തിന് 400 സംതിങ് ഗ്രാം തൂക്കമുണ്ട്. അപ്പോൾ ആദ്യം പാത്രത്തിൻ്റെ തൂക്കം അതിനകത്ത് നിന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മളത് വെച്ചിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ പാത്രം മാറ്റുമ്പോൾ ഇതുണ്ട്, അതിൻ്റെ ആ ഒരു തൂക്കമാണ് നമ്മളെ കാണിക്കണത്. ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇറച്ചിയുടെ തൂക്കം മാത്രമാണ് കാണിക്കണത്. പാത്രത്തിൻ്റെ തൂക്കം അതിനകത്ത് നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഇറച്ചിയൊക്കെ ഒന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പുട്ടും അതും കൂടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പക്ക്. അപ്പോൾ അപ്പം മുകളിൽ ആദ്യം നമ്മുടെ റൂഫ് ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ കാർ പോർച്ചിൻ്റെ മുകളിലുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടില്ലേ, അത് പൊടി പിടിച്ച് കിടക്കണേ. ഇത്രയും നമ്മളുടെ വീട്ടിലെ വർക്കെല്ലാം നടന്നപ്പോൾ അതിന് നിറയെ പൊടിയായിട്ടുണ്ട്. അപ്പോൾ അത് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യണം. പക്ഷേ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വർക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് പപ്പ അത് ക്ലീൻ ചെയ്യാതെ ഇത്രയും ദിവസം ഇട്ടിട്ട് ഇന്നാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം പപ്പ സ്പിൻ മോപ്പ് വെച്ചിട്ട് അതുമേലത്തെ അഴുക്ക് കളയുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ എന്തിനാണ് പ്രഷർ പമ്പ് മേടിച്ച് തന്നേക്കണത്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, എന്നിട്ട് എന്താണ് അതെടുത്ത് ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് അഴുക്കാണ്. ആ അഴുക്ക് പ്രഷർ പമ്പിൽ അടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം താഴെ വന്ന് കൂടി താഴ്ത്തി ചെളി പോലെ ആകും, നമ്മുടെ ഏറ്റവും അടിയിൽ വന്ന് വീണിട്ടെ. അപ്പോൾ അത് വേണ്ട. അതിന് മുമ്പായിട്ട് മോപ്പ് വെച്ചിട്ട് അതൊന്ന് മോപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ബാക്കി ഇത് പ്രഷർ പമ്പ് വെച്ച് അടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പപ്പക്ക് പപ്പയുടേതായ രീതികളുണ്ട്, പപ്പ അതിലൂടെ പോവുകയുള്ളൂ. ഞങ്ങളെപ്പോഴും പപ്പയുടെ ആ ഒരു ജോലി കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്മാർട്ടായിട്ടുള്ള
പല കാര്യങ്ങളും പപ്പയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ പപ്പ അത് ഉപയോഗിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പപ്പക്ക് ഹാർഡ് വർക്ക് ചെയ്യണതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ ഞാനും കുട്ടികൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളുടെ ജോലികൾ എങ്ങനെ ഭാരം കുറച്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ഒരിത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെച്ച് ചോറിൻ്റെ ഞാൻ പറയുന്നില്ല വാർത്ത് ഇങ്ങനെ അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കില്ല. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു വാഷർ മാറ്റിയിട്ട് അത് വാർത്തിടുക ചെയ്യണത് കേട്ടോ. നമ്മുടെ വിസിലൊന്നും അടുപ്പിക്കൂലേ, അപ്പോഴാണ് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് ആദ്യം തന്നെ വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പുട്ട് ഒരു കുറ്റി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്യാസ് എത്ര ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത് ഒക്ടോബർ 6 വെച്ചത്. ഇപ്പം നമ്മൾ നവംബർ 24 മാറ്റണം. അപ്പോൾ എനിക്ക് എത്ര ദിവസം ഗ്യാസ് കിട്ടുമെന്ന് നിങ്ങൾ കണക്കൂട്ടി എടുത്തോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് ഒരുപാട് പാചകം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആളില്ല, പാചകം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനേലും 1 മാസം കൂടി കൂടുതൽ ഒരു കുറ്റി നിൽക്കും. ഇതിപ്പോൾ ഒക്ടോബർ 6 വെച്ചത് നമ്മൾ നവംബർ 24. അപ്പോൾ ഒക്ടോബർ 6 പറയുമ്പോൾ നവംബർ 6 വന്നപ്പോൾ 1 മാസം, പിന്നെ ബാക്കി 24 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പപ്പയുടെ കാര്യം അങ്ങനെയാണെന്നേ. പപ്പ ഹാർഡ് വർക്ക് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അത് കാണുമ്പോഴത്തേക്കും നമ്മൾക്കൊക്കെ ഭയങ്കര വിഷമമാണ്. പക്ഷേ പപ്പക്ക് അതാണ് തൃപ്തി. അത് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ മനുഷ്യൻ ഒറ്റക്കിടന്ന് ഇങ്ങനെ പണി ചെയ്യുന്നില്ല. റിച്ചാനാണെന്നുണ്ടെങ്കിൽ റിച്ചാൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണിത്. കാരണം അവൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഏറ്റവും അതായത് എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഭയങ്കര ടൈറ്റായിട്ട് പോകുന്ന ക്ലാസ്സുകളാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. റിച്ചാർഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് 2 മണി വെളുപ്പിന് വരെ ഇരുന്നൊക്കെ പഠിക്കണത്. അതുകൊണ്ട് തന്നെ മിഡ് ടേം എക്സാമിന് അവനാണ് ആ ക്ലാസ്സിൽ ഫസ്റ്റ്. അങ്ങനെ റിച്ചാർഡിനൊക്കെ എടുത്താൽ പൊങ്ങാത്ത പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും തിരിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അപ്പം നമ്മുടെ ചോറ് ഇത്രയും നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനത് കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ 2 പിള്ളേർ നാട്ടിലേ ഇല്ല. മൂത്ത ആൾ ഇത്രയും തിരക്കുള്ള സമയമാണ് അവന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതറിയാം. അവർക്ക് ആർക്കും ഹെൽപ്പ് ചെയ്യാനൊന്നും നിൽക്കാൻ പറ്റില്ല. അതുമല്ല അവരങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി. അതായത് സ്കൂൾ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിപ്പോയി കുട്ടികൾക്ക്. അപ്പോൾ അവർ അതാണോ നോക്കേണ്ടത്, ഇതാണോ നോക്കേണ്ടത്. പക്ഷേ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും പണം മുടക്കാൻ എല്ലാവരും തയ്യാറാണ്. അത് ഞങ്ങളോട് ചോദിക്കാതെ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇവരിങ്ങനെ പൈസ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. ആളെ വെച്ച് ചെയ്യിച്ചോ നിങ്ങൾ ചെയ്യല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു മനസാക്ഷിയുണ്ട്. ആ ഒരു മനസാക്ഷി വെറുതാണ് പപ്പ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പപ്പ പൈസ മുടക്കി ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ പപ്പ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ അത് പപ്പയുടെ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ പപ്പയുടെ പ്രായം മാറി. ഇനി ഞങ്ങൾ ചെയ്യിക്കുകയെല്ലാം പപ്പ ചെയ്യരുത്. ഇനി അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഞങ്ങൾക്കാണ്. ഞങ്ങളെ ആളുകൾ ചീത്ത പറയുന്നത്. അത് പപ്പ ചെയ്യരുത് 100 വട്ടം പറഞ്ഞാലും പപ്പക്ക് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പറയും സാരമില്ല റിച്ചാർഡേ, പപ്പക്ക് ആരോഗ്യമുള്ളിടത്തോളം പപ്പയുടെ ഇഷ്ടത്തിന് പപ്പ ചെയ്തോട്ടെ. ഇപ്പം ആര് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പക്ക് വെറുതെ നിൽക്കാൻ പറ്റൂല. ഞാൻ പറയില്ല, ഒരിക്കലും വെറുതെ ഇരിക്കാത്ത ആളാണ്. എപ്പോഴും എന്തെങ്കിലും ജോലി ഇല്ലെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോൾ പപ്പ ശരിക്കും പറഞ്ഞാൽ അത് എൻജോയ് ചെയ്താണ് ചെയ്യണത്. നമ്മൾ കാണുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് പപ്പയുടെ അമ്മ എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, അവൻ ഒറ്റപ്പങ്കായക്കാരനാണെന്നേ പറയുള്ളൂ. അത് ഇപ്പോൾ പപ്പയുടെ അപ്പനും അങ്ങനെ തന്നെയായിരുന്നു. പുറത്തൊന്നും അമ്മേനെ ജോലിക്ക് വിടാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്നിട്ട് പപ്പയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. എങ്കിൽ പോലും ജോലിക്കൊന്നും പുറത്ത് അപ്പച്ചൻ വിട്ടിട്ടേ. അതുപോലെ തന്നെയാണ് പപ്പേനെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അവർ ഒറ്റപ്പങ്കായക്കാരനാണെന്നുള്ള അതിൽ പറഞ്ഞത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞതല്ല. ഭർത്താവ് മാത്രം ജോലി ചെയ്യുന്ന അതാണ് ഒറ്റപ്പങ്കായക്കാരൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറി. പപ്പേനെ പിള്ളേർ ഫ്രീ ആയിട്ടാണ് ഇരുത്തിയേക്കണത്. പപ്പ ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെയാണ് കുട്ടികൾ പറയണത്. ഒരു പണിയും വേലം കൂലിയില്ലാതിരുന്ന എനിക്ക് വരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ തുടങ്ങിയില്ലേ, അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയല്ലേ. അപ്പോൾ എനിക്കതൊക്കെ ഒരുപാട് സന്തോഷം തോന്നും. അമ്മക്കും സന്തോഷം തോന്നും. കാരണം ഒറ്റപ്പങ്കായക്കാരൻ എന്ന് പറഞ്ഞ വ്യക്തിനെ മാറ്റിയിരുത്തിയിട്ട് ഇപ്പം നമ്മൾ ചുറ്റും പങ്കായം പിടിച്ചിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കണേണ് നമ്മളുടെ തോണി അല്ലേ. അതിലൊക്കെ ഒരുപാട് നന്ദിയാണ് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പപ്പയുടെ ഒരു മനസാക്ഷി വെച്ചിട്ട്
പപ്പക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം പപ്പ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും പുറത്ത് പോയിട്ടുള്ള ജോലികൾക്ക് ഇനി പോവണ്ട എന്നുള്ളത് റിച്ചാർഡിൻ്റെ ഒരു കർശന നിയന്ത്രണമായിരുന്നു. കാരണം അത് ഞങ്ങൾക്ക് ക്ഷീണമാണ്, മക്കൾക്ക് ക്ഷീണമാണെന്നാണ് റിച്ചാർഡ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം അത് അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കുമെന്ന് എപ്പോഴും ഞാൻ ഓർക്കോട്ടെ. കാരണം അമ്മേനെ കാണാൻ പോകുമ്പോഴേക്കും ഇല്ലേ അമ്മ പറയണൊരു കാര്യമുണ്ട്, ഒന്നും വരൂല കേട്ടാ, ഒന്നും വരൂല, ആർക്കും ഒന്നും വരൂല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കോട്ടാ. അത് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ധൈര്യമുണ്ടല്ല, ഭയങ്കര ഒരു ധൈര്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടമ്മമാരാണെന്നുണ്ടെങ്കിലും അവർ നമ്മൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണുമ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അതാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ധൈര്യമാണ് ഈ അമ്മമാർ നമുക്ക് തരണത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മൾ ഇപ്പോൾ ഈ ഒറ്റപ്പങ്കായക്കാരനെ വെറുതെ ഇരുത്തിയിട്ട് ചുറ്റും നമ്മൾ പങ്കായം തൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മാറി ഓരോ അവസ്ഥകളിലൂടെ നമ്മളിങ്ങനെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇനി വരാൻ പോണത് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ബീഫൊക്കെ കൂട്ടിയിട്ട് പപ്പ നല്ല സന്തോഷത്തോടു കൂടി അത് കഴിച്ചിട്ടാണ്. അപ്പോൾ അത്രയും പുട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം പപ്പ അത്രയും ഒരുപാട് പുട്ട് കഴിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ രാത്രിയെ ഭക്ഷണം കഴിക്കുള്ളൂ എനിക്കറിയാം. കാരണം അത്രയും ഇഷ്ടമാണത്, അത്രയും കഴിക്കുകയും ചെയ്തിട്ടാ. അപ്പം തന്നെ പറഞ്ഞ് ഇനി എനിക്ക് രാത്രി മാത്രം മതി ഫുഡെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. എങ്കിലും ഞാൻ ഉച്ചക്ക് കഴിക്കാനുള്ളതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഒരു ബീറ്റ്റൂട്ട് തോരനും ഒരു തക്കാളി തേങ്ങ അരച്ച് വെച്ച ഒരു ചാറും. കാരണം പപ്പയ്ക്ക് ഈ തൈര് മോര് കറിയൊക്കെ ഇല്ലേ, അതൊന്നും സത്യത്തിൽ ഒട്ടും ഇഷ്ടമല്ല. കാരണം പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ പശു വളർത്തുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് പോയിട്ട് തൈര് മേടിച്ചാലേ പപ്പ കഴിക്കുള്ളൂ. അല്ലാതെ ഈ പാക്കറ്റ് തൈര് അതൊന്നും പപ്പയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു നേരം കൊടുത്തിട്ടാണ്, അത് നേരത്ത് പപ്പ വേണ്ടെന്നേ പറയുള്ളൂ കേട്ടോ. പക്ഷേ ഈ തേങ്ങ അരച്ചിട്ട് പരിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ചെമ്മീൻ അങ്ങനെയൊക്കെ ഇട്ട് വെക്കൂലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിക്കാണ് വെക്കണത്. തൈരുണ്ടെങ്കിലും ഞാൻ ഇട്ടില്ല, പപ്പ ഇങ്ങനെ കഴിക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ പപ്പ ഉച്ചക്ക് എന്തായാലും കഴിച്ചില്ല കേട്ടോ, വേണ്ടാന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പച്ചമുളകൊക്കെ തീർന്നു പോയതുകൊണ്ട് ഇത്തിരി എരിവെള്ള മുളക് പൊടി ഇട്ടിട്ടാണ് തോരൻ്റെ അകത്തും ഈ ചാറിൻ്റെ അകത്തും ഞാൻ എരിവാക്കി എടുത്തത് കേട്ടോ. അല്ലാതെ പച്ചമുളക് തീർന്നു പോയി. അപ്പം ഞാൻ ഇത് ബീഫ് റോസ്റ്റ് എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. പൊടികളെല്ലാം മല്ലിപ്പൊടി ഒഴികെ എല്ലാം ഇട്ടിട്ട് അത് നന്നായിട്ട് വെള്ളം ഇത്തിരി ഉണ്ടായിരുന്നു, ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പച്ച സവാള വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടിയോടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ചെയ്തുകൊണ്ട് ആ സവാളനെ പിന്നെ കാണൂല. കാരണം ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചൂട് ഒരുപാട് നേരം നിൽക്കും, അതുകൊണ്ട് തന്നെ ആ സവാളനെ കാണൂല. സാധാരണ പാത്രത്തിലാണെങ്കിൽ ആ സവാള പോലെ വാടിക്കിടക്കും, അതാണ് ടേസ്റ്റ്. ഇതിപ്പോൾ സവാള കാണാനേ ഇല്ല. ഞാൻ ഏകദേശം വലിയ സവാള 1.5 സവാള ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാനേ ഇല്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി പിന്നെ തേങ്ങ അരച്ച് അതൊക്കെ ഇട്ട് നമ്മുടെ കറികളൊക്കെ വെച്ച്. അപ്പോൾ ഇന്നാണ് നമ്മുടെ റയൻ കൊച്ചു വന്ന ദിവസം കേട്ടോ. അപ്പോൾ റയൻ അവിടെ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്, അവൻ പാസ്സായി. നിങ്ങളും എല്ലാവരും അവൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കമൻറ്റിലുണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല സ്വപ്ന, അവൻ പാസ്സായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ ഈ റയൻ വരും വൈകുന്നേരം ഒരു 3-4 മണിക്കുള്ളിൽ റയൻ വരും. അപ്പോൾ ഞാൻ ബിരിയാണി ഏതായാലും ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ അവൻ ബിരിയാണി മിക്ക ദിവസം കഴിക്കണുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി നമ്മുടെ ഇവിടുത്തെ ബിരിയാണി അല്ല മമ്മി, അത് കൊള്ളൂല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലെന്നുണ്ടെങ്കിൽ ചോറും കറിയും കഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്നിച്ച് താളിച്ചിട്ടത് നമ്മുടെ തോരന് വേണ്ടിയിട്ടും ബീഫിന് വേണ്ടിയിട്ടും കൂടി വിന്താലുവിൻ്റെ മീതയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ആദ്യം താളിച്ചത്. രണ്ടിലും കടുക് പൊട്ടിക്കാതെയാണ് താളിച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ കടുക് പൊട്ടിച്ച് താളിക്കുന്നത് ചാറിൻ്റെ അകത്തേക്കുള്ള ആ കാര്യത്തിനാണ് കടുക് പൊട്ടിച്ച് താളിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺഡേ മാത്രമല്ല അവന് കിട്ടണം, അവനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ കറിവെപ്പെല്ലാം കഴിഞ്ഞ് ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് 2 ബിരിയാണി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കാരണം പള്ളിയിൽ ഒരു ബിരിയാണി ഫെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത്തിരി പൈസയുടെ ബുദ്ധിമുട്ട് പള്ളിയിൽ വന്ന്. കാരണം നമ്മുടെ പള്ളിയിൽ ഒരു മരീൻ ഫെസ്റ്റ് ഇപ്പോൾ 2ാമത്തെ വർഷമാണ്, സീസൺ 2 ആണ് ഇത്തവണ. കഴിഞ്ഞ വർഷവും ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൈസൊക്കെ 1 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിരിയാണി ഫെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിരിയാണി ഫെസ്റ്റിൽ നമ്മൾ 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. 150 രൂപ ഒരു ബിരിയാണിക്ക് ഇങ്ങനെ 2 ബിരിയാണി വന്നിരിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സാലഡൊക്കെ ആയിട്ട്. അപ്പോൾ റിച്ചാർഡിന് ഈ ബിരിയാണി അങ്ങോട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ റിച്ചാർഡ് കുറവായിരിക്കുള്ളൂ, ക്വാണ്ടിറ്റിയൊക്കെ അധികമൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ റിച്ചാർഡ് ഏതായാലും അത് കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. കാലത്ത് പുട്ടും പഴമുണ്ട്, ഞാൻ റിച്ചാർഡും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉച്ചക്ക് റിച്ചാർഡ് ബിരിയാണി കഴിക്കും. ഞാൻ വെച്ചത് കഴിക്കാനായിട്ട് ആരും തന്നെ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം അപ്പോൾ രാത്രിയിലേ കഴിക്കുള്ളൂ. പിന്നെ റയൻ വൈകുന്നേരം വരുള്ളൂ, വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും വിശക്കണില്ല. എങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചു ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഫ്രഷ് ആയിട്ട് അതൊന്ന് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ പപ്പ മുകളിൽ മോപ്പ് കൊണ്ടിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്ത് അതിനുശേഷം ഇനിയിപ്പോൾ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ പ്രഷർ പമ്പ് വെച്ചിട്ടുള്ള അടുത്ത ക്ലീനിങ്ങിനാണ് പുള്ളി മുകളിലോട്ട് പോകാൻ നിൽക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലീനിങ് കുറേ അഴുക്ക് പോയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കണേണ്. അപ്പോൾ ഇനി മുകളിൽ ചെന്നിട്ട് വേണം പ്രഷർ പമ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ബിരിയാണിയൊക്കെ റിച്ചാർഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ റിച്ചാർഡ് ഇപ്പോൾ പഠിക്കുന്ന ഈ പഠനമില്ലേ, ഈ സംഭവം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പ UK പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പപ്പയുടെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു സംഭവം. അപ്പോൾ ഇപ്പം ഞാൻ റിച്ചാർഡ് നീയൊക്കെ എന്ത് ഭാഗ്യവാനാടാ, ഒറ്റ തടിയായിട്ട് നിന്നിട്ട് ഈ ഒരു സമയത്ത് ഇത് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നത്. പപ്പ ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പക്ക് ഭാര്യയും മക്കളൊക്കെ ആയിട്ടാണ് പപ്പ UK ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകുന്നത്. കാരണം UK ആയതുകൊണ്ട് തന്നെ നമുക്ക് UK കാണാനല്ല, അവിടെ നിൽക്കാമല്ലോ കുറച്ച് നാളെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ റിച്ചാർഡ് ഇപ്പോൾ പറയുന്നത് ഇത് എത്ര ഭീകരമാണ് മമ്മി മക്കളുടെയും ഭാര്യയുടെ ഒപ്പമൊക്കെ നിന്ന് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ റിച്ചാർഡിൻ്റെ കൂടെ പഠിക്കുന്ന ഇവിടെ നാട്ടിൽ പഠിക്കുന്ന ഈ ചില സ്റ്റുഡൻസ് അവരുടെ ഫുൾ ഫാമിലീനെ കൊണ്ടുവന്നിട്ട് വാടകയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ദൂരെയുള്ളവർ വയനാട്, കാസർഗോഡ് അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് ഫുൾ ഫാമിലീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് അവിടെ താമസിച്ചിട്ട് ഇവർ കോളേജിൽ വന്ന് പഠിച്ചിട്ട് ആ വാടക വീട്ടിൽ പോയിട്ട് ഫാമിലിനെ കൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പോലെ തന്നെയാണ് പപ്പ അന്ന് UK പോയിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പപ്പയുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ നരങ്ങളൊക്കെ ഇട്ട് മുകളിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ എന്തോ വോൾട്ടേജിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് പപ്പ അത് പ്രഷർ പമ്പ് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ വൈറ്റാണ് അടിച്ചേക്കുന്നത്. ആ വൈറ്റ് അടിച്ചേക്കുന്നത് സീലറാണ് അടിച്ചേക്കുന്നത്, നമുക്ക് ചോർച്ച ഉണ്ടാവാതിരിക്കാനായിട്ട്, ഉള്ളിലേക്ക് ലീക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ടൈൽസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് കളറിലാണ്. ആ ടൈൽസ് ഇങ്ങനെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് താഴെ കിടക്കും. ടൈൽസ് മുകളിൽ ഇങ്ങനെ ഇട്ടേക്കണല്ലേ, അപ്പോൾ താഴെ കിടക്കുന്ന വെള്ളം ഉണങ്ങൂല. അതങ്ങനെ അവിടെ കിടന്നിട്ട് താഴേക്ക് നമ്മളുടെ സീലിങ്ങിലേക്ക് പടർന്നിട്ട് അവിടെ കളർ ചേഞ്ച് വരും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ടൈൽസ് അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇത്തിരിയും കൂടി എളുപ്പമാണ്. ടൈൽസിൻ്റെ മീതെ നമ്മൾ ഈ ലീക്ക് പ്രൂഫ് ഇട്ടേക്കണം കേട്ടോ. അതൊരു 3-4 കോട്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ലീക്ക് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ വൈറ്റ് ആക്കിയത്. നേരത്തെ റെഡ് ആർന്ന് കളറിലുള്ള മറ്റ് ടൈൽസ് ആർന്ന് കിടന്നിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നേരത്തെ നമ്മൾ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ അവർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പപ്പ മോളിൽ നിന്നിട്ട് ബാക്കി ഈ പ്രഷർ പമ്പ് വെച്ചിട്ടുള്ള ക്ലീനിങ്ങാണ്. അതായത് ഒരുപാട് അഴുക്കുണ്ടായിരുന്നത് മോപ്പ് ഹെഡ് വെച്ചിട്ട് സ്പിൻ മോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ചെയ്യണത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ആ കാഴ്ചകളും കണ്ടപ്പോൾ തന്നെ കൈയും കാലം തളർന്നു വേണം പറയാനായിട്ട്. കാരണം അത്രയും പൊരിഞ്ഞ വെയിലാണ്. ഇവിടെ വൈറ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ കണ്ണ് വല്ലാതെ ആയിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സൺഗ്ലാസ് കൊണ്ടുവന്ന് തരട്ടെ പപ്പ. വേണ്ട, സൺഗ്ലാസ് ഒന്നും പപ്പ ജീവിതത്തിൽ വെക്കൂല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എത്ര വെയിലടിച്ചാലും കണ്ണിറുക്കി പിടിക്കണതല്ലാതെ ഒരിക്കലും പപ്പ സൺഗ്ലാസ് ഒന്നും യൂസ് ചെയ്യില്ല. പപ്പനെ കൊണ്ട് അതൊന്നും സാധിക്കണ കാര്യമില്ല. പപ്പക്ക് അതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ്. ആവശ്യത്തിന് സൺഗ്ലാസ് നമ്മൾ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനല്ലേ കേടുവരാ. അത് പറഞ്ഞു കഴിഞ്ഞാലും പപ്പക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കച്ചറകളെല്ലാം മാറ്റി ഒന്ന് ഒതുക്കി ചായച്ച് എല്ലാം വെച്ച് പഴയതുപോലെ ആവശ്യമില്ലാത്തതൊക്കെ അവിടെ കത്തിക്കാനുള്ളതും കളയാനുള്ളതും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അതവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം എനിക്ക് പറ്റുന്ന എൻ്റെ ജോലികളെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഞാനിനി ഇത്തിരി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പ ഇവിടെ വന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യണേണ്. കാരണം വെയിൽ കൊണ്ട് തന്നെ ആൾ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. അങ്ങനെ 2 മണിയായി. ഞാൻ ഭക്ഷണം എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെയാണ്, അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിച്ച് അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളുടെ റയൻ കൊച്ചു വന്നു. ആരാണ് മുത്തേത്? ചേട്ട വന്നാ മുത്തേ. വണ്ടി പോട്ടെ, വണ്ടി പോയിട്ട് പറഞ്ഞു.
ഇവിടെ കൊച്ചിരി പൂത്ത് കഴിക്കാൻ വിട്ടിട്ടുണ്ടോ നിന്നൊക്കെ കഴിയുമ്പോ ഞാൻ കറക്റ്റ് ടൈമില്ല പുറത്തേക്ക് ഇറങ്ങിയത്. അതെ ചേട്ടൻ വന്ന് വിജയശ്രീലാളിതനായിട്ടല്ലേ വന്നേക്കണത്. അതെ കല്യാണത്തിന് ചുറ്റും ചേട്ട വന്നേക്കണേ ചേട്ടൻ എന്ന് പറയുമ്പോ എൻ്റെ അടുത്തേക്ക് വന്നു. വിജയശ്രീലാളിതനായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വന്നിരിക്കുകയാണ്. തീർന്നിട്ടില്ല കേട്ടോ അവണി. അച്ചടാ കാലൊക്കെ പിടിച്ചൊക്കെ നോക്കടാ കുഞ്ഞു. വേണ്ടടാ 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 അച്ചടാ. കൊച്ചിപ്പ ബീഫ് തിന്നതാണേ. വാ മേത്തോഴ ബൂടെ ഇട്ടുണ്ട്. ആരുമില്ല പപ്പയൊക്കെ മോളിൽ പണി ചെയ്യണേണ്. റിച്ചാർഡ് പഠിക്ക ഒന്നുമില്ല. കേറ് അമ്മ റൂബിയും മാത്രമേ ഉള്ളു വെൽക്കം ചെയ്യാൻ, വേറെ ആരുമില്ല. ഇങ്ങോട്ട് കയറണമെന്നില്ല കേട്ടാ. അവൻ ഇവിടെ സ്ഥലം തരൂരെന്താ പറഞ്ഞേക്കണത്, അവന് താഴെയിട്ട് വരക്കണമെന്ന്. എനിക്കറിയണ്ട, ഞാൻ കേറി കിടക്കും, ഞാൻ പായിടും കിടക്കും ഞാൻ. എടാ നീ എന്റെ മുറിയിൽ കിടക്കടാ. പാപ്പ പറഞ്ഞത് റോജന്റെ മുറിയിൽ കിടക്കാനാ. എത്ര എണ്ണം മേടിച്ച്? 3 ബുക്കാ? 4 ബുക്ക് മേടിച്ച്. ആ വായനാശീലം നല്ലതാടാ. അടിപൊളിയായിട്ട് വായിച്ചു തീർത്ത് രാത്രിയോട് ഞാൻ ട്രെയിനിൽ വായിച്ചോണ്ടിരിക്കുന്നേ. തത്തുമോ ചേട്ടൻ്റെ ബാഗ് മണത്ത് നോക്കണേടാ കൊച്ചി. അച്ചടാ അച്ചടാ കൊച്ചു ഓഫ് റോഡ് പോയ പോലെ ഉണ്ട്. കറക്റ്റായിട്ട് ചാടി കേട്ടാ. അത് രക്ഷപ്പെട്ടടാ. അപ്പം നമ്മുടെ റയൻ കൊച്ച് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ വായനാശീലം പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു 4 ബുക്ക് മേടിച്ചു കൊണ്ടുവന്ന് അതിൽ ഒരെണ്ണം അവിടെ ഇരുന്നും വായിച്ച്, ഒരെണ്ണം ട്രെയിനിലിരുന്നും വായിച്ച്, ബാക്കി 2 വീട്ടിലിരുന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ വായനാശീലം ഇല്ലാത്ത ആളാണ്, പെട്ടെന്ന് വായനാശീലം വന്നിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അവന് ബിരിയാണി വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ബിരിയാണി എടുത്തിട്ട് ഇത് ചൂടാക്കി അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാലഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവന് വേണമെന്നുണ്ടെങ്കിലല്ലേ ബിരിയാണി കഴിക്കുകയുള്ളൂ. അപ്പോൾ സാലഡ് വെറുതെ ഉണ്ടാക്കണ്ട എന്ന് ചോദിച്ചാൽ, അപ്പോൾ അവനാണെങ്കിൽ തൈരിട്ട സാലഡാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈരിന് പുളിയൊന്നുമില്ല എങ്കിൽ തന്നെയും അത് ഇട്ട് ഒരു സാലഡ് കൂടിയിട്ട് ഉണ്ടാക്കി. പിന്നെ റയൻ ഒരാഴ്ചത്തേക്ക് റിച്ചാൻ്റെ റൂമിൽ കിടക്കാൻ പറ്റില്ല, കാരണം ഒരാഴ്ച വരെയും ഇനി ചാർട്ട് വർക്ക് ചെയ്യാനുണ്ട് റിച്ചാന്. അത് താഴെ വലിയ ഷീറ്റുകൾ വിരിച്ചിട്ട് വരച്ചിട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ അവിടെ റയൻ കിടക്കുന്ന സ്ഥലത്താണ് വിരിച്ചിട്ടിട്ട് വരക്കണത്. അത് വെളുപ്പിന് 2 മണി വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമേ റയൻ ഇനി അവിടെ കിടക്കാൻ പറ്റുള്ളൂ. അത് റയന് ഭയങ്കര വിഷമമാണ്, എങ്കിലും വിഷമിച്ചാണെങ്കിലും മുകളിൽ ഇപ്പോൾ റോജർ കിടക്കുന്ന മുറിയിലേക്കാണ് റയനെ മാറ്റിയേക്കുന്നത്. അങ്ങനെ റയൻ കൊച്ചിന് ബിരിയാണിയൊക്കെ കൊടുത്ത് റയൻ ഹാപ്പിയായി. പിന്നെ സൺഡേയിലെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയും ഉണ്ട്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്